നമസ്കാരം. ആരെങ്കിലൊക്കെ ലൈവിൽ വന്നോ? യെസ്, ഞങ്ങൾ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ലൈവ് ചെയ്തതാണ്. ഒരു സ്ഥലത്തേക്ക് ഞങ്ങളൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് പോവാണ്, ഞാനും പാപ്പും കൂടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് യെസ് ആളുകൾ വന്നു. ഇന്ന് ആ സ്ഥലം ഏതാ എന്നുള്ള സസ്പെൻസ് പൊട്ടിക്കുകയാണ്. ഞാൻ ഒരു മോണ്യുമെന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ മോണ്യുമെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കൂ. അത് ഈ രാജ്യത്തിന്റെ ഒരു ടിപ്പിക്കൽ അവരുടെ ഒരു ലാൻഡ്മാർക്കാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കൂ ഇത് ഏത് രാജ്യമാണെന്ന്. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. യെസ്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മോണ്യുമെന്റ് ക്രോണിക്കിൾസ് ഓഫ് ഡാഷ്, ആ രാജ്യത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ക്രോണിക്കിൾസ് ഓഫ് ഒരു കൺട്രിയുടെ പേര്. ആ കൺട്രിയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇതൊരു വലിയ മോണ്യുമെൻ്റ് ആണ്. ഇത് ഈ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ എല്ലാ ഹിസ്റ്ററിയും, അവരുടെ രാജാക്കന്മാരുടെ പേര്, റാണികളുടെ പേര് ഒക്കെ എഴുതി, അവരുടെ ഹീറോസിൻ്റെ മേ ബി അവരുടെ എന്താ പറയുക, ഇപ്പോൾ ഫൈറ്റുകളുടെയൊക്കെ മേ ബി യുദ്ധങ്ങളുടെയൊക്കെ യുദ്ധവീരന്മാരുടെ പേരൊക്കെ എഴുതി ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വലിയ മോണ്യുമെൻ്റ് ആണിത്. അപ്പോൾ പറയൂ, എവിടെയാണ് ഈ സ്ഥലം എന്ന് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? യെസ്, സന്തോഷ് പയ്യൻ പുത്തൻ പറഞ്ഞു ജോർജിയ. യെസ് സന്തോഷ്, യു ആർ കറക്റ്റ്, ഇറ്റ് ഈസ് ജോർജിയ. ഇത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറയുന്ന അവരുടെ ഒരു മോണ്യുമെൻ്റ് ആണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇവിടെ എത്തി. ഇപ്പം ഞങ്ങൾ ടിബിലിസിയിലാണ്, അതായത് ജോർജിയയിലെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള ടിബിലിസിയിലാണ്. അവിടുത്തെ ഒരു മോണ്യുമെൻ്റ് ആണിത്. ഇത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. നിങ്ങൾക്കത് സൂം ചെയ്ത് കഴിഞ്ഞാൽ, ചിലപ്പോൾ സൂം ചെയ്താൽ യെസ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അതിൽ കുറേ ആളുകളുടെ ചിത്രങ്ങളുണ്ട്. അതെല്ലാം അവരുടെ രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങളാണ്. പിന്നെ അവിടെ യുദ്ധവീരന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ചിത്രങ്ങളാണ്. അപ്പോൾ ഇത് ഇവരുടെ ഒരു പ്രത്യേക, ഇപ്പം നമ്മുടെ നാട്ടിൽ താജ്മഹൽ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ വന്നാൽ ഇത് കാണാതെ ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ, ഇത് ഇപ്പം നിങ്ങൾ കാണിക്കുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് താഴേക്ക് കാണാൻ പറ്റുന്നതാണ് ഇവരുടെ ജോർജിയ. ആഷർ, ഇത് ജോർജിയൻ സിയോ? ടിബിലിസി സി. സോറി, ജോർജിയൻ സി അല്ല, ടിബിലിസി സി. ഓക്കെ, ഇത് കടലല്ല, ഒരു ലേക്ക് പോലെയുള്ള ഒരു വാട്ടർ ബോഡിയാണ്. ബട്ട് ഇതിനെ പറയുന്നത് ടിബിലിസി സി എന്നാണ് അത്രേ. താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. പിന്നെ ഇല്ല, ഇവിടുന്ന് കാണുന്നതാണ് നിങ്ങൾക്ക് ടിബിലിസി. ആ ഒരു ഇവിടുന്ന് കുഞ്ഞിതായിട്ടൊക്കെ കാണാം ആ ടൗണ്. നല്ല ഭംഗിയുള്ള നല്ല കാലാവസ്ഥയാണ്, ചൂടില്ല തണുപ്പില്ല, നല്ല കാലാവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ടിബിലിസി സി. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഫൈൻ. യെസ് പാപ്പു. അപ്പോൾ ഞങ്ങളിന്ന് പറഞ്ഞിരുന്നല്ലോ, ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് വരിക എന്നുള്ള സസ്പെൻസ് പൊട്ടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജോർജിയയാണ് ആ രാജ്യം. ദുബായിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ. എപ്പോഴാണ് റിട്ടേണോ? ഞങ്ങളൊരു 4-5 ദിവസം ഇവിടെ ഉണ്ട്. ഇവിടെ കാണുന്ന ഓരോ സ്ഥലങ്ങളുടെയും കുഞ്ഞു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം പേജിൽ. അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് ജോർജിയയിലുള്ള വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ജോർജിയയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ നല്ല രസം അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ കാണാൻ. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ജോർജിയ ആക്ച്വലി UAE നിന്ന് ഞങ്ങൾക്ക് 3.5 മണിക്കൂർ. ഞങ്ങൾ കുട്ടൈസി എന്ന് പറയുന്ന സ്ഥലത്താണ്, അബുദാബിയിൽ നിന്ന് കുട്ടൈസിയിലേക്ക് വന്നത്. ടിബിലിസിക്കും നിങ്ങൾക്ക് വരാം. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് കുട്ടൈസി ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഏകദേശം 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്തു ഓൺ റോഡ്. അങ്ങനെയാണ് ടിബിലിസി എത്തിയത്. ഇനി ടിബിലിസിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് കുട്ടൈസിലേക്ക് തന്നെ പോകും. കുട്ടൈസിയിൽ നിന്ന് തന്നെയാണ് തിരിച്ച്. 23-ാം തീയതിയാണ് തിരിച്ചിട്ടുള്ള ഫ്ലൈറ്റ്. ഓക്കെ പാപ്പു, പാപ്പിന് ഇഷ്ടമായോ ജോർജിയ? പാപ്പിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു. എന്ത് പറ്റി? ഞങ്ങളിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇവിടെ ഒരു പൂടിൽ പട്ടി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മോ, എല്ലാവരും അവനല്ല കുറയ്ക്കുന്നത് അല്ലേ, ഫെയർ പട്ടിയാണ്. പൂടിൽ പട്ടിയെ കണ്ടിട്ട് ഇവിടുത്തെ സ്ട്രേ ഡോഗ് കുറയ്ക്കുന്നതാണത്. അവന് പൂടിൽ ഇഷ്ടമായില്ല. ഓക്കെ, ഇന്ന് അധികം വലിയ തിരക്കില്ല കേട്ടോ ഇവിടെ. പിന്നെന്തൊക്കെയാണ്? യെസ്, നല്ല രസമുള്ള പ്ലേസ് ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ജോർജിയ. വലിയ തിരക്കൊന്നുമില്ല, ഒരു കുഞ്ഞു കൺട്രിയാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാനുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഗുദോരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ടിബിലിസി ചുറ്റി കാണുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാ വീഡിയോസും, എല്ലാ സ്ഥലങ്ങളുടെ വീഡിയോസും കുഞ്ഞു വീഡിയോസായിട്ട് ഒരു മേ ബി 2-3 മിനിറ്റുള്ള വീഡിയോസായിട്ട് ഞാൻ ഇടാം. ഇപ്പോൾ ഞങ്ങൾ ജുവാരി മൊണാസ്ട്രി പോയി, രണ്ടാമത് വന്നതാണ് ഈ സ്ഥലം. അപ്പോൾ ജുവാരി മൊണാസ്ട്രിയുടെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട്, അതും ഇടാം. അതുപോലെ ഈ ഇപ്പോൾ നമ്മൾ കണ്ട ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെയും ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ടിടാം. അപ്പോൾ നിങ്ങൾക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
ഞങ്ങളുടെ ഡ്രസ്സൊന്ന് ശ്രദ്ധിച്ചു എല്ലാവരും. ഞങ്ങൾ ട്വിൻ രീതിയാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡ്രസ്സായിട്ടിരിക്കുന്നത്. ഈ ട്രിപ്പ് ഫുള്ള് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫുൾ അമ്മയും മകളും സെയിം ഡ്രസ് അല്ലേ ബാബു? യെസ്. ആ പാപ്പൂസിന് ഇഷ്ടം പുഴയും കടലൊക്കെയാണെന്നാ പറയണ. ആണോ പാപ്പു? പാപ്പുവിന് ബീച്ച് ഇഷ്ടമാണ് അല്ലേ? പാപ്പു ഈസ് എ ബീച്ച് പേഴ്സൺ. പാപ്പു ഈസ് എ ബീച്ച് പേഴ്സൺ. അത്രയും ഇഷ്ടമല്ലേ? യെസ്. വേറെന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഓ കുറേ പേര് ലൈവ് കാണുന്നുണ്ടല്ലോ, സന്തോഷം. അപ്പം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഹെൽത്ത് ടോക്കുകളൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ ബ്രേക്ക്, ചോട്ടാ ബ്രേക്ക്. അപ്പം നമുക്കിന്ന് ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. ഓക്കെ? ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കണം, അല്ലാണ്ട് എന്ത്. നമുക്ക് നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം ഇന്ന് കാണാൻ പറ്റുന്ന പാപ്പു എന്നെ കളിയാക്കൂട്ടോ. പാപ്പു പറയും അമ്മയ്ക്ക് അന്റാർട്ടിക്ക വരെ കാണണം. അപ്പം ഞാൻ പറയും പാപ്പുവിൻ്റെ അടുത്ത്, യെസ് എനിക്ക് അന്റാർട്ടിക്ക വരെ കാണണം. എനിക്ക് ചാവുന്നതിന് മുമ്പേ എത്ര സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ അത്രയും സ്ഥലങ്ങൾ കണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം. വേറെ ഒരു ആഗ്രഹം എനിക്കില്ല. എല്ലാ സ്ഥലങ്ങളും, പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയി കാണണം. അപ്പോൾ ദുബായ് ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ദുബായിൽ നിന്ന് അടുത്താണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടുന്ന് ഇപ്പോൾ ഈ രാജ്യം ആക്ച്വലി ഉണ്ടല്ലോ, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ്. ഇപ്പോൾ USSRന്റെ റഷ്യയുടെ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു കൺട്രോൾ ഉണ്ട് ഇവിടെ. ഇവർ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ വേണ്ടി, ഇപ്പോൾ യുക്രൈനൊക്കെ പോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജോർജിയ. യൂറോപ്യൻ കൾച്ചറാണ് ഇവിടെ, യൂറോപ്യൻ കൾച്ചറാണ്. പക്ഷേ റഷ്യയുടെ ചെറിയൊരു കൺട്രോൾ ഉണ്ട് അവർക്ക്. അതാണ് ഈ കൺട്രിയുടെ ഒരു നേച്ചർ. ഭയങ്കര റിച്ച് രാജ്യമൊന്നുമല്ല, കുറച്ച് പാവമായിട്ടുള്ളൊരു രാജ്യമാണ്. യൂറോപ്യൻ കൾച്ചറെല്ലാം ഫോളോ ചെയ്യുന്ന, കുറച്ച് വളരെ എന്താ പറയുക പോപ്പുലേഷനൊക്കെ അധികമൊന്നും ഇല്ല, ഒരു പാവപ്പെട്ട രാജ്യമാണ്. പക്ഷേ എല്ലാവരും UAE എന്നൊക്കെ എല്ലാവരും ട്രിപ്പിന് വരുന്നൊരു രാജ്യമാണ്. അടുത്താണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കേരളത്തിലേക്ക് ഉള്ള അത്ര സമയം വേണേൽ ഇങ്ങോട്ടും എടുക്കും. ഞങ്ങൾ ഇന്നലെ 6 മണിക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് 9:30 മണിക്ക് കുട്ടൈസി ലാൻഡ് ചെയ്തു. അപ്പോൾ വളരെ അടുത്താണ്. പിന്നെ പോയി വരാനൊക്കെ വളരെ സൗകര്യമാണ്, ഫ്ലൈറ്റ് കണക്ഷൻസൊക്കെ. മാഡത്തിന് കാശുണ്ട് എന്ന്. പിന്നെ കാശില്ലാതെ നടക്കൂ? പഠിക്കേണ്ട സമയത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ആരും കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന കാശല്ല. പഠിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു ജോലി നന്നായിട്ട് ഒരു ഡോക്ടറായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാശും വന്നു. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഗവൺമെൻറ് കോളേജുകളിലാണ് പഠിച്ചത്, എവിടെയും കാശ് കൊടുത്ത് പഠിച്ചതല്ല. അപ്പോൾ ഞാനും പാപ്പുവിൻ്റെ അടുത്ത് പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. അതൊരു സത്യം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഈ പല എല്ലാ രാജ്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വേണം, അത് സത്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള മാർഗം നമ്മുടെ കയ്യിലുണ്ട്. നന്നായി പഠിക്കുക, നല്ലൊരു ജോലി സമ്പാദിക്കുക, കാശ് സമ്പാദിക്കുക, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. യെസ്. ഇനി എന്താ പാപ്പൂസേ പറയൂ? ഇനി ഒന്നുമില്ലേ? ഓക്കെ. അപ്പോൾ ശരി, എന്നാൽ ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് ഇറങ്ങട്ടെ. ഓരോരോ വീഡിയോസായിട്ട് ഇടാം കേട്ടോ. ഇനി എന്തെങ്കിലും പറയാണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ഇനി? എല്ലാവരും ചോദിക്കണോ അച്ഛൻ എവിടെയാന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. അച്ഛൻ അവിടെ തിരക്കുകളാണ്. പാലക്കാട് ബൈ ഇലക്ഷനാണ്. ഇന്നലെ ഉമ്മൻചാണ്ടി സാറുടെ 1ാം ചരമവാർഷികമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന് ഞങ്ങളെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത് ഞങ്ങളുടെ ഗേൾസ് ഓൺലി ട്രിപ്പാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. എല്ലാവരെയും കൂട്ടി എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് എല്ലാവരെയും കൂട്ടി പിടിച്ച് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് അച്ഛനെ കിട്ടിയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ രണ്ടാളും കൂടി പോന്നു, അത്ര തന്നെ. ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ തന്നെ ട്രിപ്പുകൾ ഞാൻ പോകാറുണ്ട്. പാപ്പുവിനെ പോലും കൂട്ടാറുണ്ട്. തന്നെ ട്രിപ്പുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ സോളോ ട്രിപ്പുകൾ പോകണം. എല്ലാം നമ്മുടെ ഫാമിലിയോട് കൂടിയിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ നടക്കില്ലാന്നേ. അങ്ങനെ പോകേണ്ട ട്രിപ്പുകളുണ്ട്. ഫാമിലി ട്രിപ്പുകളായിട്ട് പോവാം, നമുക്ക് സോളോ ട്രിപ്പുകളായിട്ട് പോവാം. ഇതുപോലെ ഞങ്ങൾ മദർ ആൻഡ് ഡോട്ടർ ഡുവോ ട്രിപ്സ് അല്ലേ പാപ്പു? എന്താ ഇന്നൊരു എനർജി ഇല്ലല്ലോ എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ പാപ്പു. ഇന്നത്തെ അങ്ങനെ തൂക്കി പിടിച്ചിരിക്കണമെന്ന്. ഞാനൊന്നുമില്ലേ? ഞാനല്ല, അത് അവിടെ പറയുന്നുണ്ട്. അമ്മയുടെ കാൽഭാഗം എനർജി ഇല്ലല്ലോ എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എനർജി ഒക്കെ ഉണ്ട്. എനിക്ക് എനർജി ഓക്കെ ഉണ്ട് എന്നാ പറയൂ അവരടുത്ത്. കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് എവിടെയാണെന്ന്. ഓക്കെ. അച്ഛനെ ഇപ്രാവശ്യം ഞങ്ങൾ കൂട്ടാത്തതല്ല. അവളുടെ അച്ഛന് സരിന് പല തിരക്കുകളും ഉണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി അല്ലേ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറുടെ ഒരു ചരമവാർഷികം കളഞ്ഞിട്ട് ഒരു ട്രിപ്പിന് ഒരിക്കലും സരിൻ വരില്ല. അത് ഞാൻ നിർബന്ധിക്കൂല്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ പല തിരക്കുകളുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ആശുപത്രി തിരക്കുകൾ കളഞ്ഞിട്ട് ഞാൻ ട്രിപ്പിന് പോവില്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഉണ്ട്. അപ്പോൾ അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ പാപ്പുവിനിപ്പോൾ 2 മാസം വെക്കേഷനാണ്. എല്ലാ വെക്കേഷനും ഞങ്ങൾ എങ്ങടെയെങ്കിലും ട്രിപ്പ് പോണതാണ്. അപ്പോൾ അവളെ എങ്ങടെയെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത് തീരുമാനിച്ചു, ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എന്താ കുഴപ്പം? അങ്ങനെ ഞങ്ങളിത് ഗേൾസ് ഓൺലി ട്രിപ്പാക്കി. സ്റ്റിൽ കുറച്ച് ആൾക്കാർ ചോദിക്കേണ്ടത് എവിടെയാണെന്ന്.
ഇത് ജോർജിയ ജോർജിയ ജോർജിയ. യെസ് വിസിറ്റഡ് എനി യൂറോപ്പ് കൺട്രി? യെസ്, ഞങ്ങൾ യൂറോപ്യൻ ട്രിപ്പ് പോയിട്ടുണ്ട്. ഞങ്ങൾ സ്വിറ്റ്സർലൻഡ്, പാരീസ്, പിന്നെ അതുപോലെ ജർമ്മനി, പിന്നെ ഓസ്ട്രിയ. ഒരു 11 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ 2000 എന്നാ പോയത് പാപ്പു? കോവിഡിന്റെ മുമ്പാ പോയത്. ഇനി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പതുക്കെ പോണം. യെസ്, അപ്പം ഞങ്ങൾ എന്നാൽ പതുക്കെ പോട്ടെ. ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഓരോരോ വീഡിയോസ് ആയിട്ട് വരാം. ഇന്നിപ്പോൾ ഞങ്ങൾ ലൈവ് വന്നത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ എങ്ങടാണ് വന്നത് എന്നുള്ള ഒരു സർപ്രൈസ് ഇന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, വീഡിയോസ് എല്ലാം കാണും കേട്ടോ. ഓക്കെ, ബൈ. ബൈ. ഫ്ലൈങ് കിസ് കൊടുക്കൂ പാപ്പു. ശരി.